ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയതായിട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇത് മയിൽപ്പീലിച്ചീരയാണ്ട. ഇത് 2 വർഷം മുന്നേ വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു തൈയേ ഉള്ളൂ. ഇനി ഇതിൽ നിന്ന് വേണം പുതിയതൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ കറിവേപ്പ് ഉണ്ട്. അത് വളർന്നു വരുന്നേ ഉള്ളൂ. വലിയ മരം ഉണ്ടായ പോലെ ഉണ്ടായതായിരുന്നു. പിന്നെ കുറച്ച് പണിയൊക്കെ വീട്ടിൽ നടന്നപ്പോൾ അതൊക്കെ പോയി. ഇപ്പോൾ അതിൽ നിന്ന് വീണ്ടും നന്നായിട്ട് തഴച്ച് വളർന്നു വരുന്നുണ്ട്. പിന്നെ ഇത് പച്ചച്ചീരയാണ് കേട്ടോ. ഇത് ഇങ്ങനെ നമ്മൾ മുറിച്ചെടുക്കുന്നതോറും ഇങ്ങനെ നല്ല കട്ടിയുള്ള മരം പോലെ വരുന്നുണ്ട്. ഏകദേശം ഒരു 6-8 മാസത്തോളമൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഇലകൾ ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ ഇതൊക്കെ കുറേ പ്രാവശ്യം ഒരു 4-5 പ്രാവശ്യമൊക്കെ അരിഞ്ഞതാണ്. എന്നിട്ടാണ് ഇപ്പോൾ ഇത്രയും കിളിർപ്പുകളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. പിന്നെ ഇത് ചുവന്ന ചീരയാണ് കേട്ടോ. ഇത് അരുണാന്നാണ് എനിക്ക് തോന്നണേ, അരുണിൻ്റെ. അപ്പോൾ ഇതിങ്ങനെ മുളച്ച് വരുന്നേ ഉള്ളൂ. കുറേ തൈകൾ സൈഡിലൊക്കെ ആയിട്ട് മുളച്ച് വരുന്നുണ്ട്. പിന്നെ ഇതൊരു തക്കാളിയാണ്. ചെറിയ തക്കാളിയല്ല, ഹൈബ്രിഡ് തക്കാളിയാണിത്. ചെറിയ തക്കാളിയുടെ തൈയൊക്കെ മുളച്ച് വെച്ചിട്ടുള്ളൂ. ഇത് പെട്ടെന്ന് വലുതായി കായൊക്കെ പിടിച്ച് വന്ന് നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. 3-4 എണ്ണം ഇപ്പം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പൂവിട്ട് തരുന്നുണ്ട്. പിന്നെ തൊട്ടടുത്ത് തന്നെ വേറെയും കൂടി ഉണ്ട്, അതിലും പൂവിട്ടു. അപ്പം ഇപ്പോൾ 2-3 കായണയിൽ ഉണ്ടായി വരുന്നുള്ളൂ. പിന്നെ വെണ്ട ഒരു 4-5 ഇലകളൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ വെണ്ട കുറച്ചും കൂടി ഉഷാറാവുമെന്ന് വിചാരിക്കണം. തക്കാളി വേണ്ട കുറേ ഇങ്ങനെ മുളച്ചൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ കുറേ പച്ചമുളകിൻ്റെ ചെറിയ ചെറിയ തൈകളൊക്കെ ഉണ്ട്. ഈ വെണ്ടയൊക്കെ തക്കാളിയൊക്കെ ആദ്യമായിട്ടാണ് കൃഷി ചെയ്യണത്. പിന്നെ ഇത് പച്ചമുളക്, ഇത് കാന്താരിയാണ്. എൻ്റെ കാന്താരിയുടെ തൈയാണത്. വഴുതനങ്ങ പിന്നെ കഴിഞ്ഞ വർഷം ഉണ്ടായ വയലറ്റ് നീളത്തിലുള്ള വഴുതനയിൽ അത് തന്നെയാണ്. ആ വഴുതനയുടെ വിത്ത് മുളപ്പിച്ചതാണ്. പിന്നെ ഞാനിത് വെള്ളകത്തിയുടെ ഒരു കുറച്ച് സീഡ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് മുളപ്പിച്ചതാണ്. പറിച്ച് വെക്കണോ എന്നുള്ളൊരു തീരുമാനത്തിലാണ് നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഹൈബ്രിഡായിട്ടുള്ള തണ്ണിമത്തൻ്റെ ഒരു തൈയും വളർന്നു വരുന്നുണ്ട്. പച്ചമുളക് ഇത് പൂവിട്ട് തുടങ്ങിയിട്ടാണ്. പിന്നെ ഇത് വെള്ളരിക്കയാണോ കുക്കുംബറാണോ എന്നറിയില്ല. നന്നായി പൂവിട്ട് തുടങ്ങി. 2-3 ചെറിയ കായകളുണ്ടായി. പക്ഷെ അതൊക്കെ ചീഞ്ഞ് പോയേക്കാണ്. ഇനിയിപ്പോൾ അത് നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ഒരു കായ വലുതായി ഉണ്ടായാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് എന്താണ്, കുക്കുംബറാണോ അതോ വെള്ളരിക്കയാണോ പൊട്ടുവെള്ളരിയാണോ എന്താണെന്നുള്ളത്. എന്തായാലും വെള്ളരി വർഗത്തിൽപ്പെട്ട ഏതോ ഒരു ഇതാണെന്നുള്ളത് അറിയാം. പിന്നെ ഇത് നല്ല മറ്റേ സാമ്പാർ മുളകാണെന്ന് തോന്നുന്നു. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തൈ കൊണ്ടുവന്ന് നട്ടതായിരുന്നു. മുളകുണ്ടായി തുടങ്ങിയതുമേ. പിന്നെ ഇത് കാപ്സിക്കത്തിൻ്റെ തൈയാണ്ട്. അതിൻ്റെ ഇലയൊക്കെ പുഴുതിന്ന് പോയി. പിന്നെ തക്കാളിയുടെ തൈക്കളൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ വെച്ചിട്ടുള്ളൂ. പിന്നെ ഇത് നല്ല നീളത്തിലുള്ള മുളകാണ്. നീളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ അതും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടായതൊക്കെ ഞാൻ കുറച്ച് പൊട്ടിച്ചതാണ്. ഇപ്പം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അതുമ്പോൾ കുറച്ച് മുളകിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞൂടെ കറക്റ്റായിട്ട്. അതിൻ്റെ പിന്നെ കുറേ തൈക്കളൊക്കെ മുളപ്പിച്ചതൊക്കെ ഞാൻ പറിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ 2-3 ദിവസമായിട്ടുള്ളൂ പറിച്ച് വെച്ചിട്ട്. എല്ലാം വാടിയിട്ടൊന്നുമില്ല, ഒക്കെ ഉഷാറായി. അപ്പോൾ അകത്തീരയും പിന്നെ മുന്നേ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിൽ മറ്റേ പൊന്നാങ്കണ്ണി ചീരയില്ലേ അതും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പച്ചക്കറി തോട്ടം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.